ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ടായിനെ കുടുംബ വീട്ടിൽ. അപ്പോൾ അവിടത്തേക്ക് പോകാനുണ്ടായി. മാമ്പയിലാണ് കല്യാണം. അങ്ങനെ ഇവിടെ എത്തി. കുടുംബക്കാരൊക്കെ കണ്ട് എല്ലാവരും കണ്ട് എൻ്റെ മോളാണത്. അങ്ങനെ വെൽക്കം ഡ്രിങ്ക് കഴിച്ച് ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ഉപ്പാൻ്റെ പങ്ങളെ മോളാണത്. അങ്ങനെ എല്ലാവരും കണ്ട് സംസാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് കുറച്ച് സ്ഥലങ്ങളെല്ലാം അറിയുന്ന, അതായത് കുറച്ച് അടുത്തെല്ലാം അതിൻ്റെ അടുത്ത് തന്നെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് കാണാൻ പറ്റിയ. അപ്പോൾ അവിടത്തേക്കെല്ലാം പോകലാന്ന്. അടുത്തെന്ന് വെച്ചാൽ അത്ര അടുത്തല്ല, കുറച്ചൊരു വലിയ ദൂരമൊന്നുമില്ല, എന്നാലോ കുറച്ചടുത്ത് തന്നെയാണ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് 3 പെരിയ ഡാം എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ നമ്മളോട് പറഞ്ഞ വഴിയിലൂടെ നമ്മളിങ്ങനെ വന്ന് അടിപൊളി സ്ഥലങ്ങൾ കണ്ട്. അപ്പോൾ ഇതുവരെ ഞാനിവിടെ വന്നിട്ടുണ്ടായിട്ടില്ല. അടിപൊളിയായിട്ട് എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമാണിത്. പക്ഷേ ആൾക്കാരൊന്നും കാണുന്നില്ല ഇപ്പോൾ. 5 മണി തൊട്ടിട്ട് 7 മണി വരെയാണ് പറഞ്ഞത്. പിന്നെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഇവിടെ. ഉച്ച സമയത്ത് വെയിലുള്ള സമയമായതുകൊണ്ടാണ് ആരും കാണാത്തത്. പിന്നെ ഇവിടെ നല്ല വെയിലാണെങ്കിലും എന്താ പറയുക, നല്ല കാറ്റെല്ലാം ഉണ്ടായിന്. ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ അവിടെ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. കുട്ടികളെ കൊണ്ട് കളിപ്പിക്കാം. പിന്നെ പാർക്ക് അങ്ങനത്തെ അല്ല, ഇരിക്കാനുള്ള നല്ലൊരു സ്ഥലമുണ്ട്, അത്രയാണ്. പിന്നെ പിള്ളേർക്ക് കളിക്കുന്ന ഐറ്റംസ് അങ്ങനത്തെ ഒന്നുമില്ല. ഇതേപോലെ കാറ്റും കൊണ്ടിട്ട് നല്ല റിലാക്സ് ആയിട്ട് ജീവിതം ഇങ്ങനെ നല്ല ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം. പിന്നെ നല്ല ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, റീൽസ് എടുക്കുക എല്ലാം ചെയ്യുക ഇവിടുന്ന്. അത്ര അടിപൊളിയാണ് ഈ സ്ഥലം. പിന്നെ നമ്മൾ ഉച്ച സമയത്തായതുകൊണ്ട് ബോട്ടിങ്ങിനൊന്നും കയറാൻ പറ്റിയിട്ടില്ല. 5 മണി തൊട്ടിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം ആ സമയമാകുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ പിന്നെ ഉച്ചയായതുകൊണ്ട് പിന്നെ കുറേ ടൈമൊന്നും ഇവിടെ നിന്നിട്ടില്ല. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന്, അത്രേ ഉള്ളൂ. പിന്നെ ഓൾ എൻ്റെ ഫ്രണ്ട് കുറേ ആയി പറയുന്നു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഓളെ വീടിൻ്റെ അടുത്ത് തന്നെയാണിത്. പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അവൾ കുറേ ആയി പറയുന്നത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങൾക്ക് എന്തായാലും പോയിട്ട് നോക്കുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരമാണ് ഭയങ്കരമായിട്ട് തിരക്കുണ്ടാവുക. പിന്നെ ബോട്ടിങ്ങെല്ലാം ഉള്ളതുകൊണ്ട് എന്തായാലും എല്ലാവരും ആ സമയമാകുമ്പോഴത്തേക്കേ വരൂ. അങ്ങനെ ചുറ്റോട് ചുറ്റും എല്ലാം കണ്ടിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് വെച്ച് നിങ്ങൾക്കും കാണാം. അടുത്തുള്ളവർക്ക് പോവുകയും ചെയ്യാലോ. 3 പെരിയാന്ന് വരുന്നത്, 3 പെരിയ ഡാം തലശ്ശേരി പോകുന്ന വഴിയാണിത്. കുറേ പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഉപ്പ പറയാം ഇത് കഴിഞ്ഞിട്ട് തലശ്ശേരിയിലേക്കും പോവാം, ഇവിടെ നല്ല ചൂടല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. പക്ഷേ ഡാമിൻ്റെ അടുത്തെത്തിയപ്പോൾ ചൂടൊന്നും ഉണ്ടായിട്ടില്ല. എത്തിയപ്പോൾ അടിപൊളി നല്ല തണുപ്പും കാറ്റും എല്ലാം ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തലശ്ശേരിയിലും പോകാം. എന്തായാലും അവിടുന്ന് സമയം ഉണ്ടെങ്കിൽ ഇതാക്കാനാണ് ധർമ്മടം ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. നല്ല കുറേ ആടുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എന്ത് രസമാണെന്നറിയാം. എവിടെയോ എന്തൊക്കെയോ ഒരു ഓർമ്മകൾ വന്ന്. പാത്തുമ്മയുടെ ആടല്ലോ ഓർമ്മ വന്ന്, 10ാം ക്ലാസ് പഠിച്ച. അത്രയും നല്ല രസമുണ്ടായിന് അവിടെ നിന്നപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ യാത്ര ചെയ്യലാന്ന്. ആ ആടും കൂട്ടം കണ്ടപ്പോൾ കുറേ എന്താ പറയുക, പിള്ളേർ ഐസിനും ഇസും എല്ലാം കൂടി ഇങ്ങനെ കരയുന്നുണ്ടായിന്, ആട് കരയുന്ന പോലെ. ഒന്നും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല. എന്തായാലും അങ്ങനെ നല്ല കാഴ്ചകളും നല്ല വയലുകളും എല്ലാം കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ദാഹിച്ചിട്ട് വെള്ളം കുടിച്ച്, നല്ല ചൂടല്ല ഇപ്പോൾ, എന്തൊരു തൊണ്ട ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് അങ്ങനെ വെള്ളം വാങ്ങിയിട്ടുണ്ടായിന്, അതും കുടിച്ചിട്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ ബ്ലോക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിനും കുറേ സമയം പോയി. അവിടെ എത്തുമ്പോഴേക്കും 4 മണിയൊക്കെ ആയിട്ടുണ്ടായിന്. അപ്പോൾ തലശ്ശേരിയിലേക്കാണ് ഇനി പോകുന്നത്. തലശ്ശേരി ധർമ്മടം ധർമ്മടം ബീച്ചിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് ഇതിലൂടെ എന്തായാലും പോകുന്ന വഴിക്ക് അങ്ങനെ കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അടിപൊളിയേനും പിള്ളേർക്കൊരു എൻജോയ്മെൻ്റെല്ലാം എപ്പോഴെങ്കിലല്ലേ പോകും, ദൂരമല്ലോ. അടുത്തടുത്താണെങ്കിൽ ഓക്കെ. ഇതിപ്പം കുറച്ച് ദൂരം എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ഒന്ന് പോവുക. പിന്നെ ഇതേപോലെ കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനെയല്ലേ ഉണ്ടാവും. പിന്നെ തലശ്ശേരിയിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ 20 കിലോമീറ്ററിലില്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകാൻ നിൽക്കില്ല. പിന്നെ ബ്രദറെല്ലാം ഉണ്ടാകുമ്പോൾ ആ സമയത്തല്ലേ പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ്. അങ്ങനെ ബീച്ചിലെത്താനായി. ധർമ്മടം ബീച്ചാണിത്. ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പം വന്നെങ്ങാനാണ് കുറേ മുന്നേ. ഇപ്പോൾ ഒന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ അധികം പോകാറുണ്ട്. ഇവിടെ അങ്ങനെ നമ്മൾ വരാറില്ല. ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെയെല്ലാം പോകുമ്പോൾ അങ്ങനെ പോലെ ഉള്ളൂ. ഇതുപോലെ ഇടയ്ക്ക് പോകുമ്പോൾ ഒരു രസം തന്നെയല്ല. പിന്നെ മക്കൾക്ക് ഇപ്പം ടൂർന്ന് പറയുന്നതിന് എന്താ പറയുക, കറങ്ങാൻ പോകുന്നതെന്ന് കേൾക്കാറുണ്ടാവും. അപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടി വരും. പിന്നെ അങ്ങനെ
നമ്മൾ ഏകദേശം എത്താനായി. തലശ്ശേരിയിൽ മുഴപ്പിലങ്ങാടി ബീച്ചുണ്ട്, അവിടത്തേക്കല്ല നമ്മൾ പോകുന്നത്. ഇപ്പം ധർമ്മടം ബീച്ചില്ലേ, അവിടത്തേക്കാണ് പോകുന്നത്. മുഴപ്പിലങ്ങാട് ബീച്ച് എന്താ പറയുക, ഡ്രൈവിംഗ് ബീച്ച്, കേരളത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചല്ലേ, അവിടത്തേക്കും അധികം പോകാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ പോകുന്നത് പയ്യാമ്പലം, കണ്ണൂർ തന്നെയാണ് നമ്മൾ പോകാൽ. ഞാനും ഉപ്പയും ഉമ്മയും മക്കളും പിന്നെ 2 ബ്രദർമാരുമാണ് വന്നിട്ടുണ്ടായേ. ഓളുകളൊന്നുമില്ല, ഒരാൾ പ്രസവിച്ചിട്ടുള്ള, ഒരാൾ പിന്നെ വന്നിട്ടുമില്ല. അങ്ങനെ ഇതാ ഇവിടെ എത്തി. എന്താ നോക്കിയ പ്രകൃതി ഭംഗിയായിട്ടുള്ള, പ്രകൃതി രമണീയമായ സ്ഥലം എന്നെല്ലാം പറയുന്ന പോലത്തെ അവസ്ഥയാണ്. എന്താ ഭംഗി എന്നറിയാം, ഇതൊക്കെ ആസ്വദിച്ച് തന്നെ അറിയണം. ഇതെല്ലാം പോയിട്ട് തന്നെ ഇതൊക്കെ ആസ്വദിക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഇതിൽ കണ്ടാലൊന്നല്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവില്ലേ. എപ്പോഴും യാത്രാ വീഡിയോ ഇടുന്നതെന്ന് വിചാരിക്കേണ്ട. പിന്നെ നമ്മളെന്തായാലും പോകുന്ന സമയത്ത് വീഡിയോ എടുക്കും, നിങ്ങളെ കാണിച്ചു തരും, അങ്ങനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടാകുമ്പോൾ എന്താണെന്ന് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ വീഡിയോസ് കൊള്ളാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയണം. പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പറയണം. എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കേണ്ടതാണ്. കമൻ്റ് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു സ്മൈലെങ്കിലും ഇട്ടിട്ട് കമൻ്റ് ഇടണം. എല്ലാവരും കാണുന്നത് എനിക്ക് ആരൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തി, ബീച്ചിലെത്തി. അങ്ങനെ എത്തിയപ്പോൾ കുറച്ച് ഫാൻസി കാര്യങ്ങൾ ഇതെല്ലാം വിൽക്കുന്നുണ്ടായിന്. അങ്ങനെ വിൽക്കുന്നതൊക്കെ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. എന്ത് ഭംഗിയാണ് നോക്കി, കുറേ കുപ്പികളൊക്കെ ഉണ്ട്, നല്ല പൈസ കുറവുണ്ട്. ഐസിയും ഇസും എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്, പക്ഷെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ ഷോപ്പിലുള്ള തന്നെയാണ്, പിന്നെ വെറുതെ വാങ്ങിച്ചിട്ട് എന്തിനാ പൈസ കളയുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കാണുന്നത് മോട്ടിവേഷൻ ക്ലാസ്സാണ്. അവിടെ നല്ല മോട്ടിവേഷൻ സ്പീക്കറുണ്ട് വന്നിട്ട്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല നല്ല അടിപൊളി. അവിടെ ഇരുന്നാൽ പിന്നെ ഇരുന്നത് പോലെ തന്നെ ആവും. അങ്ങനെ അതും കുറച്ച് കേട്ട് എന്നിട്ട് ഐസ്ക്രീമും കഴിച്ച് പിന്നെ ഇങ്ങനെ ബീച്ച് സൈഡിലേക്ക് പോവാന്ന്. അപ്പോൾ ഇവിടുത്തെ നല്ല നല്ല ചെടികളുണ്ട്. ബീച്ച് സൈഡിൽ മാത്രം കാണുന്ന ഒരു ചെടിയില്ലേ, അതെന്ത് ഭംഗിയാണെന്നറിയാം. ഈ വീഡിയോയിൽ എത്ര കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല, അത്രയും നല്ല രസമുണ്ടായിന്. അത് നമ്മളെ നാട്ടിലെല്ലാം പറ്റുമോ ഒന്നും അറിയില്ല. നമ്മുടെ നാട്ടിൽ ഇത് കാലാവസ്ഥ പറ്റുന്നേ ആയിരിക്കുമല്ലോ, ഇതിവിടെ നല്ല തണുപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെടി ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നമ്മളെ നാട്ടിൽ മീൻസ് ബീച്ച് സൈഡിൽ മാത്രം ആവുമെന്നുള്ളതാണ് ഇത് നമ്മളെ മണ്ണിലാവുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മണ്ണിലാവുമെന്നൊന്നും അറിയില്ല. എന്ത് ഭംഗിയാണെന്ന് അറിയും, അത് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയുണ്ട്. പടർന്ന് നിൽക്കുന്ന ചെടിയാണത്. അങ്ങനെ നമ്മളിതാ അവിടെ ഇങ്ങനെ കാറ്റും കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കലാണ്. ഈ സമയത്തായതുകൊണ്ട് ആൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ പയ്യാമ്പലത്തെ തിരക്ക് പോലെ എന്തായാലും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസും ഇല്ല, അതാണ് പ്രശ്നം. ഇങ്ങനെ നിന്ന് കാലൊക്കെ കടിയും, പക്ഷേ ഇതേപോലെ കാണാനുള്ളൊരു നല്ലൊരു ഭംഗിയല്ല. പിന്നെ ചിപ്പി, മുത്തുച്ചിപ്പി എന്ന് പറയുന്നത്, ചിപ്പികൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളെല്ലാം ഞാൻ ശംഖ് അങ്ങനെ ക്യൂട്ടായിട്ടുള്ളെല്ലാം ഞാൻ പെറുക്കിയിട്ട് എടുത്തിട്ടുണ്ടായിന്. വേറെ തന്നെ രസമുണ്ടായിന്. പിന്നെ 2 കൂടി ഏട്ടനും കൂടിയിട്ട് ഐസിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണവർ മരുമക്കൾ ഈസും എല്ലാം ഉണ്ട്. കാരണവർമാരും മരുമക്കളും കൂടിയിട്ട് ബീച്ച് സൈഡിൽ നിന്ന് കളിക്കുന്നുണ്ട്. എന്നിട്ട് ഐസിനെ ഇങ്ങനെ തുള്ളിക്കൊന്നും പറഞ്ഞിട്ട് കാരണവർ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഒരുപാട് തുള്ളി മണ്ണായിട്ട് നമുക്ക് കഴുകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. മണ്ണല്ല, സോറി, കുഴി. അങ്ങനെ കളിച്ചും കൊണ്ടേയിരിക്കുകയാണ്. നല്ല രസമായി. ഇതിലൂടെ നടന്ന് ഇങ്ങനെ കടലിൻ്റെ ബീച്ചിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ഒരു വരിയായി തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായി. അങ്ങനെ ഇവിടെ ഇരിക്കാനുള്ളൊരിതില്ലാത്തതുകൊണ്ട് ഭയങ്കര ഇടങ്ങേറ്, കാലൊക്കെ വേദനിക്കുന്നുണ്ടായിന്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ കടലിൻ്റെ ആസ്വദിക്കാൻ അറിയില്ല, കടലിൻ്റെ കണ്ടപ്പോൾ എല്ലാം മറന്നു, എല്ലാ വേദനകളും മറന്നിട്ട് നല്ല ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരുവനും കാരണവറും കൂടിയിട്ട് ഓടിക്കളിക്കുന്നുണ്ട്, അങ്ങനെ കളിക്കുന്നുണ്ട്. അവന് ഭയങ്കര പേടിയാണ്, ഐസിക്ക് ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് വെള്ളം ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ അവൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദർ റിയാസ്, ഓനിക്കാണെങ്കിൽ ഒരു പേടിയില്ലാത്തതാണ്, ഏത് വെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിലും ചാടുന്ന അങ്ങനത്തെ ഒരു സൈസാണ്. അങ്ങനെ ഏട്ടൻ്റെ അനിയൻ്റെയും ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് പറ്റിച്ച്. അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി ഓക്കെ, ബൈ, വീണ്ടും കാണാം.